പ്രിയമുള്ള ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ ബി മോഹൻ, നമുക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ ഗോപൻ, കലമുതിർന്ന കടകോട്ട പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഉന്നത നേതാവ് ശ്രീ വേണുഗോപാൽ നായർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ആറുമുള്ള, NSSന്റെ കരൂർ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ മോഹൻദാസ്, ശ്രീ ശ്രീകുമാരി, BL അജയ്, ക്ഷേത്ര നിർദ്ദേശക സമിതി സെക്രട്ടറി ശ്രീ ജി സന്തോഷ്, ക്ഷേത്ര നിർദ്ദേശക സമിതി ശ്രീ നെടിയാട്ടൂർ അശോകുമാർ, വികസന സമിതി പ്രസിഡന്റ് ശ്രീ കെ സുരേഷ് കുമാർ, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി അടക്കം വേദിയും സദസ്സിലുമുള്ള ബഹുമാനികൾ, ഈ അയ്യപ്പി ശാസ്ത്ര ക്ഷേത്രത്തിന്റെ മിക്കവാറുമുള്ള വാർഷിക സമ്മേളനത്തിൽ, അതിന്റെ മകരവിളക്ക മഹോത്സവ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അഥവാ പങ്കെടുക്കുന്ന വലിയ ഒരു സാമൂഹിക പ്രവർത്തനമാണ്. വളരെ വിജനമായ ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ഉത്സവ പരിപാടികളും എല്ലാ വർഷവും ബഹുജന സംഗമത്തോടുകൂടി, വിശ്വാസികളുടെ സംഗമത്തോടുകൂടി സമാപിക്കുന്ന പതിവ് എന്ന എന്റെ അനുഭവത്തിലൂടെ എനിക്ക് തീരുമാനിക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ റോഡുകളുടെ കാര്യത്തിലും വെളിച്ചത്തിന്റെ കാര്യത്തിലും ഇവിടെ സാമാന്യം മാറ്റം വന്നു എന്നത് ഞാൻ പറയാവുന്നില്ല. ഇനിയും കൊണ്ടുവരുന്നു. അമ്പലങ്ങളും അമ്പലത്തോടനുബന്ധിച്ചുള്ള ഉത്സവ പറമ്പുകളും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വെളിച്ചമുണ്ടായ പോലെ എല്ലാ ദിവസവും ആവശ്യമായ വെളിച്ചമെത്തിക്കാൻ വിശ്വാസ സമൂഹത്തിന് കഴിയുന്നു. ഇവിടെ ഒരു മണ്ഡപം തീർക്കും, പരിമിതമായിട്ടുള്ള അടിസ്ഥാന സമൂഹത്തിന് അടക്കം നിർത്തിക്കൊണ്ടാണെങ്കിലും ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ചുരുങ്ങിയ പൈസ കൊണ്ട് ഒരു കല്യാണം നടത്തി പോകാനും കല്യാണത്തിന് അനുസരിച്ചുള്ള സ്വീകരണ ചടങ്ങുകൾ നടത്തി പോകാനുള്ള സൗകര്യം ആശ്വാസകരമാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ വികസനത്തിന് അത്യാവശ്യമായിട്ടുള്ളത്, അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പശ്ചാത്തല മേഖലയിൽ മാറ്റം വരുത്താൻ ഇടപെടുക, ഇതെല്ലാം ഒരു ഗവൺമെന്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ടതില്ല. നാട്ടിലെ പൊതുജനങ്ങൾ സംഘടിതമായി അതിനുവേണ്ടി മുൻകൈയെടുത്താൽ നടക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ അയ്യപ്പി കാവിലേക്കുള്ള റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതും പൂർത്തിയാക്കുന്നതും ഇനിയും പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള റോഡുകൾ ഉണ്ട് എന്ന കാര്യം ഞാൻ വിസ്മരിച്ചുകൊണ്ടെന്ന് സൂചിപ്പിച്ചത്. ഇപ്പോ അയ്യൻകുഴി ഒഴിച്ചോട്ട് പോകണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടിയാങ്കോട് അയ്യങ്കുഴി കാവിലാണ്. സമ്മേളനം നടക്കുന്നുണ്ട്. MLA സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പാറശാല MLA ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഗാനമേള ഉണ്ടെന്നാണ് പറയുന്നത്. സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ ആരംഭിച്ചത്. നേതാക്കൾ എല്ലാം പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ആ വേദിയിലാണ് നിൽക്കുന്നത്. അയ്യങ്കുഴി നെടിയാങ്കോട്ട് നിന്നും അയ്യങ്കുഴി ക്ഷേത്രത്തിന്റെ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലൈവാണ് നമ്മൾ പ്രേക്ഷകർ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. ലൈവാണ് ഇപ്പോൾ കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ദീപങ്ങളെല്ലാം ഉണ്ട്. പച്ച, ചുവപ്പ്, നീല, വെള്ള എന്നതിലുള്ള ദീപങ്ങളും ഉണ്ടെന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്ന പച്ച ദീപങ്ങളൊക്കെ കാണാൻ എത്ര ഭംഗിയാണ്. ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു. MLA സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദിയിലേക്ക് നമുക്ക് പോകാം. എല്ലാ വിഭാഗം ആളുകളുടെയും
അവരുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തെ അതോടൊപ്പം സാംസ്കാരിക ജീവിതത്തെ മാറ്റം വരാൻ ഉതകും വിധമുള്ള ഇടപെടൽ നടക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി മാറുന്നത് എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ മതവിശ്വാസം, എല്ലാ മതങ്ങളുമുണ്ട് മതവിശ്വാസങ്ങളുണ്ട്. ഹൈന്ദവ മതവിശ്വാസങ്ങൾ സാധാരണ വിശ്വാസം, സാധാരണ അടിസ്ഥാന ഘടകമായി വർദ്ധിച്ചിട്ടുള്ളത്, അടിസ്ഥാനപരമായി ചിന്തിക്കാൻ ഇടവരുത്തുന്ന ഉപദേശങ്ങളെല്ലാം തരുന്നത് ഹൈന്ദവ പുരാണങ്ങളിൽ നിന്ന് ആണ്. ഹൈന്ദവ വിശ്വാസികൾ വെച്ച് പുലർത്തുന്ന വിവിധ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ട വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ആരണ്യങ്ങളും ബ്രഹ്മണ്യങ്ങളും നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചു എന്ന് നാം കരുതുന്ന ഋഗ്വേദം എന്ന ഏക പ്രഥമ വേദം എഴുതി തീർക്കാൻ 1000 വർഷമെടുത്തു എന്നാണ് ചരിത്രം എന്ന് പഠിപ്പിക്കുന്നത്. 1000 വർഷമെടുത്തു ജന്മം പൂർത്തിയാക്കാൻ. അത് ഋഷികളാൽ കവികളാൽ രചിക്കപ്പെട്ട ഋഗ്വേദം പിൽക്കാലത്ത് പലരാൽ എഴുതി പൂർത്തീകരിച്ച ഋഗ്വേദം ആകെ ഗ്രന്ഥമായി പുറത്തു വരാൻ 1000 നീണ്ട വർഷങ്ങൾ എടുത്തുവെന്നാണ്. എഴുത്തു മാത്രമല്ല, യജുവും സാമവും അഥർവവും 4 വേദങ്ങൾ എഴുതി അങ്ങനെയാണ് തീർന്നത്. പ്രാചീന സംസ്കൃതത്തിൽ രേഖപ്പെടുത്തിയതാണ്. പിൽക്കാലത്ത് പറഞ്ഞെഴുതി വാസനും കാളിദാസനും വാർത്തയ്ക്ക് വേണ്ടി തൊണ്ടൂർത്തൊന്ന് ഇങ്ങനെ ചരിത്രം പഠിപ്പിക്കുന്ന കുറെ